നമസ്കാരം. നമ്മുടെ ഇതിനകത്തൊരു ഫോർച്യൂണർ 2010 ഫോർച്യൂണറാണ്. ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുൾ ജോബാണ്. ഫുൾ ജോബ് എന്ന് വെച്ചാൽ ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ. എക്സ്റ്റീരിയർ എന്ന് വെച്ചാൽ ഫ്രണ്ട് കസ്റ്റമർക്ക് അത് തന്നെയാണ് ഇഷ്ടം, അതേ കണക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ ബാക്കിൽ 2014, അതായത് 12 തൊട്ട് ഫ്രണ്ടിലോട്ടുള്ള ആ ഒരു ഫേസ് ലിഫ്റ്റ് സെക്കൻഡ് ജനറേഷനിലുള്ളതാണ് ബാക്കിൽ ചെയ്യുന്നത്. സ്പോയിലർ മാറ്റുന്നത്, സ്പോയിലർ TRD ടൈപ്പ് സ്പോയിലറും ചെയ്യുന്നത്. ബാക്കിയുള്ള എല്ലാം അത്യാവശ്യം ജെന്യൂൻ ആയിട്ടാണ്. പിന്നെ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് നോർമൽ വൈറ്റ് ആണ്, ഇതിനകത്ത് പേൾ വൈറ്റിലോട്ട് മാറും. ഇത്രയാണ് ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതേപോലെ ഇന്റീരിയറിനൊരു ഫ്രണ്ട് 2 സീറ്റ് മോട്ടറൈസ് സീറ്റാണ്, അതായത് ഫുൾ ലെജൻഡർ വരുന്ന ടൈപ്പ് സീറ്റ്, 2 സീറ്റ് മോട്ടറൈസ് സീറ്റാണ്. പിന്നെ അതിനകത്ത് വെന്റിലേഷനും കാര്യങ്ങളും റിക്ലൈനിങ് എല്ലാം ഉണ്ട്. അതിന്റെ എല്ലാം വീഡിയോ ഞാൻ കാണിക്കും. എന്തായാലും പുറത്തുള്ള ഇത്രയും വർക്കുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മൾ പ്രീവിയസ് വർക്ക് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഇതിനകത്ത് ആ ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കണം. ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഫുൾ ബോഡി പെയിന്റ് ചെയ്തിട്ടുണ്ട്. പെയിന്റ് എന്ന് പറഞ്ഞാൽ നോർമൽ വൈറ്റ് ആയിരുന്നു, അതിനെ നമ്മൾ മെറ്റാലിക് പെയിന്റിലേക്ക് മാറ്റി, ഈ ഒരു ഗ്രില്ല് മാറ്റി, ദെൻ ഗ്രഫൈൻ കോട്ടിങ് ചെയ്തു. ബാക്ക് നമ്മൾ ന്യൂ മോഡൽ, അതായത് 2012 ശേഷമുള്ള മോഡലിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. TRD ടൈപ്പ് സ്പോയിലറും ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് വർക്കുള്ളത് ഓൾ ഓവർ നോക്കാം. അപ്പൊ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്, വേറൊരു കളർ തീമിലേക്ക് മാറിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് ആ ഒരു ജെന്യൂൻ സ്റ്റൈലിൽ തന്നെയാണ്, ഒറിജിനൽ ലെതറിൽ മാച്ചിങ് വരുന്ന അതേ സ്റ്റൈലിലാണ് സ്റ്റിയറിംഗ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്തെല്ലാം ഒരു വുഡ് ഫിനിഷ്, എല്ലാം ഒരേ പാറ്റേണിൽ ചെയ്തിട്ടുണ്ട്, ഒരു മാറ്റ് ഫിനിഷ് ആണ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇന്റീരിയർ അതേപോലെ റൂഫ് ലൈനിങ് മാറി, റൂഫ് ലൈനിങ് നല്ല മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു, ടോട്ടൽ ചെയ്ത് മാറിയിട്ടുണ്ട് റൂഫ്. ദെൻ സീറ്റ് ബെൽറ്റ് മാറിയിട്ടുണ്ട്. ബെൽറ്റ് എല്ലാം നമ്മൾ ഇതിൽ മുഴിഞ്ഞതുകൊണ്ട് ബ്ലാക്ക് ബെൽറ്റ് ആണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. സീറ്റ് ബെൽറ്റ് ഫുള്ള് മാറിയിട്ടുണ്ട്, 6 ബെൽറ്റ് മാറിയിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് ഡോർ പാഡ്. പിന്നെ ഇതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് ഓഡിയോ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഓഡിയോ സിസ്റ്റം ചെയ്യുന്ന വെച്ചാൽ പൈനിയറിന്റെ ഒരു ഹെഡ് യൂണിറ്റാണ് ചെയ്തിട്ടുള്ളത്. ദെൻ സ്പീക്കർ, ഡോർ ഡാമ്പ് ചെയ്ത സ്പീക്കേഴ്സ് എല്ലാം JBLന്റെ ഹയർ ആൻഡ് ഓഡിയോസ് ആണ് ഇതിനകത്ത് സ്പീക്കർ സിസ്റ്റം ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ പിന്നെ നമ്മൾ ചെയ്ത് എക്സ്ട്രാ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ഈ സീറ്റ് രണ്ടും പഴയ ഫോർച്യൂണറിന്റെ സീറ്റ് അല്ല, ഇത് 2010 മോഡൽ ഫോർച്യൂണറാണ്. ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് ലെജൻഡറിന്റെ പുതിയ സീറ്റ് രണ്ടാണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത്. അതിന്റെ പ്രത്യേകത പറയാനുള്ളത് 2 സീറ്റ് മോട്ടറൈസ് ആണ്, നമുക്ക് ഈസി ആയിട്ട് ഫ്രണ്ട് ബാക്ക് അപ്പ് ഡൗൺ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ക്രിസ്റ്റയുടെ 2 സീറ്റാണ് നമ്മൾ ബാക്കിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഒന്ന് നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു പാറ്റേൺ തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. റിക്ലൈനിങ് പ്ലസ് ഇതിനകത്ത് എക്സ്ട്രാ വന്നത് ഈ ഹെഡ് റെസ്റ്റ് 2 ഹെഡ് റെസ്റ്റ് 2 നമ്മുടെ വെൽഫെയറിന്, ടൊയോട്ട വെൽഫെയറിന് വരുന്ന സെയിം സ്റ്റൈലാണ് 2 ഹെഡ് റെസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫോർച്യൂണർ കസ്റ്റമറാണ്, ഏതാണ്ട് 1 മാസമായിട്ട് ഞങ്ങൾ ഇതിന്റെ പുറകെയായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ കണ്ടുപിടിച്ച് ചെയ്തു. ഒത്തിരി ഡൗട്ട്സ് ആയിരുന്നു, ഗ്രില്ല് എങ്ങനെ ഉണ്ടാവും, ബാക്ക് എങ്ങനെ ഉണ്ടാവും. അപ്പൊ ഡൗട്ട്സ് എല്ലാം ഇന്ന് തീർന്നു. ഇന്ന് വന്ന് വണ്ടി കണ്ടു, എന്തായാലും ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഇദ്ദേഹത്തിനെ പറയട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിട്ടുണ്ട്, ഫോട്ടോ കാണുന്നതിനെക്കാട്ടി നേരിട്ട് കണ്ടപ്പോ താങ്ക് യു. പെയിന്റിംഗ് ആയാലും എല്ലാം ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അപ്പൊ ഇതിന്റെ ഫുൾ ഓൾ ഓവർ വർക്ക് ഉണ്ടല്ലോ, പെയിന്റിംഗ് ആയാലും ബാക്കിലുള്ള ലൈറ്റ്സ് ആയാലും ബാക്കി ഗ്രില്ലായാലും എല്ലാ വർക്കുകളും നമ്മൾ കൊണ്ട് ഇന്റീരിയർ ഉൾപ്പെടെ. അപ്പൊ ഇതേ കണക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.